പരിചയം കൊണ്ടും എന്നേക്കാൾ മുതിർന്ന എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ ആദരവ് ഞാൻ ആദ്യം അറിയിക്കുന്നു. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെയും പള്ളിപ്പറമ്പുകളിലെയും പിന്നീട് ലോകമെങ്ങാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഓഡിറ്റോറിയങ്ങളിലെയൊക്കെ മൈക്കുകളിലൂടെ സംസാരിച്ച എനിക്ക് ഇന്ന് ജനങ്ങളുടെ ശബ്ദമായി ഈ നിയമസഭയിലെ മൈക്കിലൂടെ സംസാരിക്കാൻ അവസരം തന്ന പാലക്കാടുള്ള ജനങ്ങൾക്ക്, ആ ജനങ്ങളുടെ ഇടയിലേക്ക് എന്നെ പറഞ്ഞു വിട്ട പാർട്ടിക്ക്, നേതൃത്വത്തിന്, മുന്നണിക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാർ, നന്ദി. പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മലയാളിയെ ഇത്രയധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ പാലക്കാടുള്ള നെല്ല് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് ശ്രീ വി ടി ബൽറാമും സുമേഷും ഒക്കെ സംസാരിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ സമയത്തെ അപഹരിക്കുന്നില്ല. എങ്കിലും ഈ ബജറ്റിൽ സാറേ, ഈ നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സീസണൽ പ്രശ്നമല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊരു വാക്കുണ്ടായിരുന്നു എന്നത് പാലക്കാടുള്ള ആളുകളെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് വലിയ സന്തോഷം. ഒപ്പം കലാമേഖലയിൽ നിന്നും വന്ന ഒരാളെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയ്ക്ക് വ്യവസായ സ്ഥാനം, ടൂറിസത്തിനും ചലച്ചിത്രത്തിന് നൽകിയ വ്യവസായമായി പ്രഖ്യാപിച്ചതും അതിന് തന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സമയം നന്ദി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒപ്പം എൻ്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷേ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല, ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം ആ ഉത്തരവാദിത്തം പലതിനെയും ചെറുക്കുന്നതിനാണ്. ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു പറയുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കല്ല. അതിന് രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വർഗത്തെ സംബന്ധിക്കുന്ന വാക്കാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ തന്നെ കണ്ടെത്തിയ ഇത്തവണത്തെ, ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോൾ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്.